ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണി ദേവ് സാറിനോട് പറയുന്നുണ്ട്, സാർ എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് സാഗർ സാറിനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട്, പാടില്ല കൺമണി, നമ്മളിപ്പോൾ ഇതാരോടും പറയാൻ പാടില്ല. നമ്മൾ 3 പേര് കൂടാതെ ഇപ്പോൾ ഇത് ആരും അറിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പറയാനുള്ള ഒരു സന്ദർഭം എന്തായാലും നമുക്ക് വന്നു ചേരുമെന്ന് ദേവ് സാറ് പറയുന്ന സമയത്ത് കൺമണിയുടെ ഫോണിലേക്ക് സാഗർ വിളിക്കുന്നുണ്ട്. കൺമണി വേഗം ഫോൺ എടുത്തിട്ട് ദേവ് സാറിനോട് പറയുന്നുണ്ട്, സാഗർ സാറാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട്, ഇപ്പോൾ ആ ഫോൺ എടുക്കണ്ട എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, ഓഫീസിൽ കാണാത്തത് കൊണ്ടായിരിക്കും വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ഫോൺ എടുക്കണ്ട, നമ്മൾ 3 പേരും ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്ന് പിന്നീട് വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ്. അതിനുശേഷം ജയിലിൽ കിടക്കുന്ന ബലരാമനെ കാണിക്കുന്നുണ്ട്. ബലരാമൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ഞാനിപ്പോൾ കൃപയെ സ്വപ്നം കണ്ടത്? എന്തെങ്കിലും സൂചന തന്നതാണോ ഈ സ്വപ്നം? അതോ ഞാൻ ചെയ്ത പാപത്തിന്റെ ഓർമ്മപ്പെടുത്തലാണോ ഇത്? ഒന്ന് നോക്കിയാൽ അവൾ എൻ്റെ അനിയത്തിയായിരുന്നില്ലേ? ഈ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ അവളുടെ ജീവൻ എടുക്കാൻ നോക്കിയില്ലേ? ആ പാവമോളെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ആ കുട്ടി എൻ്റെ സ്വപ്നത്തിൽ വന്നത്? എന്തായാലും അമ്മയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയണമെന്ന് ബലരാമൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ബലരാമൻ സഹദേവനോട് പോയിട്ട്, സഹദേവ എനിക്കൊന്ന് ഫോൺ വേണം, വീട്ടിലേക്ക് അമ്മയെ വിളിക്കാനാണ് എന്ന് പറയുമ്പോൾ സഹദേവൻ പറയുന്നുണ്ട്, ഫോൺ തരാൻ പറ്റില്ല സാർ, സൂപ്രണ്ട് സാറ് ഞാനിവിടെ എല്ലാവർക്കും ഫോൺ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്, എനിക്കെൻ്റെ പണി പോവും, അതുകൊണ്ട് ഫോൺ തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബലരാമന് ദേഷ്യം വന്നിട്ട് ബലരാമൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഫോൺ തായോ സഹദേവ, തൻ്റെ ഇവിടുത്തെ പണി എന്താണെന്നൊന്നും എനിക്കറിയണ്ട എന്ന് പറയുമ്പോൾ സഹദേവനും ദേഷ്യം വരുന്നുണ്ട്. സഹദേവൻ എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട്, ഫോൺ എന്തായാലും തരാൻ പറ്റില്ല, പിന്നെ ഇവിടെ കിടന്ന് വലിയ ആളാവാനൊന്നും നോക്കണ്ട, സാറ് വലിയ ബിസിനസ്സുകാരനൊക്കെ ആയിരിക്കും, പക്ഷേ ഞങ്ങളുടെ പോലീസിൻ്റെ അടുത്ത് ആ കളിയൊന്നും വേണ്ട, മന്ത്രിമാരെ വരെ ഞങ്ങൾ മെരുക്കിയിട്ടുണ്ട്, പിന്നിപ്പോൾ ഈ തരുന്ന പരിഗണന പോലും ഞാൻ സാറിന് തരില്ല എന്ന് പറയുമ്പോൾ ബലരാമന് ദേഷ്യം വന്ന് സഹദേവന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് നിന്റെ ഒരു പരിഗണന എന്ന് പറഞ്ഞിട്ട് സഹദേവനെ പിടിച്ചിടിക്കുന്നുണ്ട്. എന്നിട്ട് ബലരാമൻ പറയുന്നുണ്ട്, നിന്നെ ഇവിടെ വെച്ച് തീർത്താലും എനിക്ക് ശിക്ഷയൊന്നും കുറയാൻ പോകുന്നില്ല, തൂക്കുകയറ് പോലും ഞാനിപ്പോൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് എനിക്ക് നിന്നെ തീർക്കാൻ വലിയ പണിയൊന്നുമില്ല, മര്യാദയ്ക്ക് ഫോൺ തായോ എന്ന് പറയുമ്പോൾ സഹദേവൻ ഫോൺ എടുത്ത് സുമിത്രയെ വിളിച്ചിട്ട് ബലരാമന് കൊടുക്കുകയാണ്. ഫോൺ എടുക്കുന്ന സുമിത്ര, ആ സഹദേവ, ബലരാമൻ എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ബലരാമൻ പറയുന്നുണ്ട്, അമ്മേ ഇത് ഞാൻ തന്നെയാണ് ബലരാമൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സുമിത്ര ബലരാമനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താണെന്ന് പറയേ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇന്നലെ ആ കൃപമോളുടെ ആക്സിഡന്റ് സ്വപ്നം കണ്ടു, അലിഗയിലെ സാഗർ സാറിന്റെ മോള് കൃപയല്ലേ, ആ കുട്ടിയെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട്, അതിനിപ്പോ എന്താ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അതെന്താ അമ്മേ അമ്മ അങ്ങനെ പറയുന്നത്? ഒരു കുഞ്ഞനിയത്തിയുടെ പ്രായമല്ലേ ഉള്ളൂ ആ കുട്ടിക്ക്, അവളോടല്ലേ ഞാൻ ഈ മഹാപാപമൊക്കെ ചെയ്തത് എന്ന് ബലരാമൻ പറയുമ്പോൾ സുമിത്ര പറയാണ് ബലരാമനോട്, അവളുടെ അച്ഛനപ്പോൾ ചെയ്തതൊക്കെയോ അതൊന്നും മഹാപാപമല്ലേ, അവര് നമ്മളോട് ചെയ്തതിന്റെ 100-1 പോലും വരില്ല, നമ്മൾ അവരോട് ഈ ചെയ്തതൊക്കെ എന്ന് സുമിത്ര പറയുമ്പോൾ ബലരാമൻ പറയാണ്, അങ്ങനെയല്ല അമ്മേ, ആ സാഗർ സാറിന് മറ്റൊരാളെയും വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു, നമ്മൾ അവരെ തെറ്റിദ്ധരിച്ചതാണെന്ന് പറയുമ്പോൾ സുമിത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സുമിത്ര എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ കള്ളമാണല്ലേ, നിന്റെ അച്ഛനും അമ്മയും വേറെയാണെന്ന് അറിഞ്ഞപ്പോൾ നിനക്കിപ്പോൾ എന്നെയും ബാലുവിനെയും വേണ്ടാതായില്ലേ, ഇതിൽ കൂടുതൽ നീ ഒന്നും പറയണ്ട, ഇപ്പൊ നിനക്ക് ഞങ്ങളെ വേണ്ടാതായി, നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങളെ ഇപ്പോൾ വേണ്ട, നിന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ചവരെയാണ് നിനക്കിപ്പോൾ ആവശ്യം, എന്തായാലും നന്നായി മോനെ, ഇനി ഇതിൽ കൂടുതൽ നീ ഒന്നും പറയണ്ട എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അമ്മേ ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്,
പറയുന്നുണ്ട്, ഇനിയും നീ ഒന്നും പറയണ്ട, എനിക്ക് നിന്റെ മനസ്സ് ഇത്രയും വേഗം മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സുമിത്ര ബലരാമനോട് കരഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴാണ് ഭാഗ്യശ്രീ ഇതെല്ലാം കേട്ടുകൊണ്ട് സുമിത്രയെ നോക്കി കൈയടിക്കുകയാണ്. എന്നിട്ട് സുമിത്രയോട് പോയി പറയുന്നുണ്ട്, ആഹാ എന്തൊരു അഭിനയമാണ് അമ്മയുടേത്. എത്ര പെട്ടെന്നാണ് കണ്ണീരും സ്നേഹവും നൊമ്പരവും വേദനയുമെല്ലാം ഇത്ര തന്മയത്തോടു കൂടിയാണ് അമ്മ അഭിനയിച്ചത്. അമ്മയ്ക്ക് ഈ അഭിനയത്തിന് ദേശീയ അവാർഡല്ല ഓസ്കാർ അവാർഡ് തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ സുമിത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കും, അതിന് നിനക്ക് എന്താടി എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, അമ്മ അഭിനയിച്ചോ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. അമ്മയുടെ ഈ അഭിനയമൊക്കെ വെറുതെ ആവുകയുള്ളൂ. സാഗറിനും സുജാതയ്ക്കുമെതിരെ ഒരു ചെറുവിരൽ അനക്കാമെന്നു കൂടി അമ്മ വിചാരിക്കണ്ട, അത് നടക്കാൻ പോകുന്നില്ല. സ്വന്തം ചോര എന്തായാലും ഏട്ടനെ തിരിച്ചറിയാൻ പറ്റും. അമ്മ വേണമെങ്കിൽ എന്നെ തല്ലിക്കൊന്നോ തല്ലിക്കോ കൊന്നോ അതൊന്നും ഒരു വിഷയമല്ല, പക്ഷേ ജയിക്കാൻ പറ്റില്ല. അമ്മ എന്തായാലും ഇതിൽ തോറ്റുപോവും. സാഗറിനും സുജാതയ്ക്കുമെതിരെ ഏട്ടൻ ഇറങ്ങിയതു മുതൽ അമ്മയുടെ നാശം തുടങ്ങി. ആ ഷൺമുഖദാസ് വക്കീൽ വന്നതോടുകൂടി അത് പൂർണ്ണമായി. ഇനിയെല്ലാം വരുന്നത് അമ്മ അനുഭവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ ഉള്ളിലേക്ക് പോവുകയാണ്. സുമിത്രയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. സുമിത്ര വേഗം തന്നെ ലാലിയെയും ക്ലീറ്റസിനെയും മാറി മാറി വിളിക്കുന്നുണ്ട്. എന്നാൽ അവർ രണ്ടുപേരും ഫോൺ എടുക്കാതെ ആവുമ്പോൾ സുമിത്ര മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവര് രണ്ടുപേരും എന്നെ പറ്റിച്ചു കളഞ്ഞു കടന്നോ, എന്നെ പറ്റിക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ രണ്ടിനെയും തീർക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം മാനസ ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് ആന്റിയമ്മ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആന്റിയമ്മ മാനസയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? ആ കൺമണി എന്താണ് ലോണിന്റെ പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാത്തത്? അവളുടെ സൈൻ ചെയ്യാനുള്ള പേപ്പറും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ, അവൾക്ക് പണി കൊടുക്കാൻ. അവൾ എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഇതിന്റെ റിക്വസ്റ്റ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല ആന്റിയമ്മേ. അത് മാത്രമല്ല അവളെ ഇവിടെ കുറെ നേരമായിട്ട് കാണാനില്ല, വേറെ മീറ്റിങ്ങുകളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടുമില്ല എന്ന് പറയുമ്പോൾ ആന്റിയമ്മ ചോദിക്കുന്നുണ്ട്, കൃഷി ഉണ്ടോ അവിടെ എന്ന്. അപ്പൊ മാനസ പറയുന്നുണ്ട്, ആ കൃഷി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ആന്റിയമ്മ വീണ്ടും ചോദിക്കുകയാണ്, കൃഷി അവന്റെ ക്യാബിനിലാണോ, നീയിപ്പോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, ആ കൃഷി അവന്റെ ക്യാബിനിലുണ്ട്, ഞാൻ ക്യാൻറ്റീനിലേക്ക് പോവാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ ആന്റിയമ്മ ദേഷ്യം വന്ന് മാനസിയോട് പറയുന്നുണ്ട്, ഈ വേഗം അവന്റെ ക്യാബിനിലേക്ക് പോടി, അവനോട് പോയി മിണ്ടിയും പറഞ്ഞിരുന്ന് അവനിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചോർത്തിയെടുക്ക്. ഇതെല്ലാം ഞാൻ നിനക്ക് എത്ര തവണ പറഞ്ഞു തന്നതാണ്, വേഗം ചെല്ല് എന്ന് പറയുകയാണ്. മാനസ അപ്പൊ പറയുന്നുണ്ട്, ശരി ആന്റിയമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് മാനസ നേരെ കൃഷിന്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. അതേസമയം കൃഷിയാണെങ്കിൽ കൺമണിയെ കാണാത്തതിലും അവൾ എങ്ങോട്ട് പോയി എന്നറിയാത്തതിലും ദേഷ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് മാനസ അങ്ങോട്ടേക്ക് പോകുന്നത്. മാനസ കൃഷിനോട് അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൃഷി ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ദേഷ്യപ്പെടരുത് അവളോട്, എങ്ങനെയെങ്കിലും അവളുടെ മുന്നിൽ അഭിനയിക്കണമെന്ന് വിചാരിച്ച് മുഖത്ത് സന്തോഷം വരുത്തി മാനസയോട്, ആ മാനസ നീ വന്നോളൂ, ഞാനിപ്പോൾ നിന്നെ കുറിച്ച് വിചാരിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഞാനിങ്ങോട്ട് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് മാനസ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഓ മാനസ നീ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലെന്നോ, ഇതിലും വലിയ ഒരു സന്തോഷം എനിക്കില്ല, നീ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മാനസ കൃഷിനോട് ചോദിക്കുന്നുണ്ട്, കൃഷ് കൺമണിയുടെ ലോണിനുള്ള പേപ്പേഴ്സിന്റെ റിക്വസ്റ്റ് ഒന്നും ഇതുവരെ വന്നില്ലല്ലോ ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അവൾക്ക് ചിലപ്പോ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും, അവളുടെ കാര്യം ഞാനിപ്പോൾ അന്വേഷിക്കാറില്ല എന്ന് പറയുമ്പോൾ മാനസ വരുൺ പറഞ്ഞത് മനസ്സിൽ ചിന്തിക്കുകയാണ്, വരുൺ ഇങ്ങനെയൊന്നല്ലല്ലോ എന്നോട് പറഞ്ഞത്, അവൾക്ക് ലോൺ അത്യാവശ്യമാണല്ലോ എന്നാണല്ലോ പറഞ്ഞത്, പിന്നിപ്പോൾ എന്താ കൃഷി ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് കൺമണിയുടെ ക്യാബിനിലേക്ക് വരുന്നത്. കൃഷി അവളെ കാണുമ്പോൾ തന്നെ വേഗം പോയി ഫോൺ എടുത്തിട്ട് കൺമണിയെ വിളിക്കുന്നുണ്ട്, കൺമണി നീ ഇത്ര നേരം എവിടെയായിരുന്നു, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് കൃഷി ഒരു ചെറിയ ദേഷ്യത്തോടെ കൺമണിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാൻ ദേവ് സാറിന്റെ കൂടെ ഒരു മീറ്റിങ്ങിന് പോയതായിരുന്നു പറയുമ്പോൾ കൃഷി ദേവ് സാറിന്റെ കൂടെയോ, എന്നാൽ എന്നോടൊന്ന് എന്ന് പറയുമ്പോഴേക്കും കൃഷി മാനസ അടുത്ത് നിൽക്കുന്ന കാര്യം ഓർക്കുന്നുണ്ട്. എന്നിട്ട് വേഗം ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ തന്നെ മാനസ കൃഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കൃഷ് കൺമണിയെ കുറിച്ച് പെട്ടെന്നൊരു അന്വേഷണം എന്ന് ചോദിക്കുമ്പോൾ കൃഷി, ഹോ പെട്ടല്ലോ,
എന്തായാലും ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാനസിയോട് പോയിട്ട് പറയാണ്. ശങ്കർ മോഹൻ വിളിച്ചിരുന്നു, പുതിയൊരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞു, അത് കൺമണിയെ ഏൽപ്പിക്കാനാണെന്ന് പറയുമ്പോൾ മാനസ കൃഷിനോട് പറയുന്നുണ്ട്, എൻ്റെ കൃഷി ഞാനാണ് ഈ ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്ന് നിനക്കറിയില്ലേ, നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഓൾറെഡി ഞാൻ ശങ്കർ മോഹനെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അദ്ദേഹം വരുന്ന സമയത്ത് നമുക്ക് പുതിയ ഡിസൈനർ ശ്രീദേവിയെ പരിചയപ്പെടുത്താം. ഇന്റർനാഷണൽ ലെവൽ വരെ പോയ ഡിസൈനറാണ് ആ കുട്ടി, നമുക്ക് അവളെ തന്നെ ഈ വർക്ക് ഏൽപ്പിക്കാമെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഓക്കെ എല്ലാം മാനസിയുടെ ഇഷ്ടം, പക്ഷെ അവൾ ആദ്യം വരട്ടെ, ജോയിൻ ചെയ്തിട്ട് പോരെ എന്ന് ചോദിക്കുമ്പോൾ മാനസ് പറയുന്നുണ്ട്, ശ്രീദേവി നാളെ തന്നെ വന്ന് ചാർജ് എടുക്കും എന്ന് മാനസ പറയുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട്, മാനസ എനിക്ക് അത്യാവശ്യമായിട്ട് പോണം, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷി പോവുകയാണ്. അപ്പൊ മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എടാ നിന്റെ സൂപ്പർ കൺമണി ഞാൻ ഇവിടുന്ന് കെട്ടിക്കും എന്ന് പറഞ്ഞ് മാനസ കൺമണിയെ നോക്കിക്കൊണ്ട്, നിനക്ക് ഇവിടെ അതേ കാലം ഇനി ആയുസില്ലടി, ശ്രീദേവി വന്നാൽ നിന്നെ ഞാൻ പുറത്താക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് മാനസ. അതിനുശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന വരുണിനെ കാണാൻ അനിരുദ്ധ് സാറ് വരുന്നുണ്ട്. അപ്പോൾ വരുൺ അനിരുദ്ധ് സാറിനോട് പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ടാകും ഇപ്പോഴാണ് സാറ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് സാറ് പറയുന്നുണ്ട്, ഞാൻ ആ കരീം സാഹിബിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയതാണ് പറയുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, അയാളെ കുറിച്ച് അറിഞ്ഞതും കേട്ടതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് സാറ് പറയുന്നുണ്ട്, നമ്മൾ കേട്ടതെല്ലാം സത്യമാണ്, നമ്മൾ അറിഞ്ഞതിലും പെശകാണ് അയാൾ, ആ വീട് അയാൾക്ക് തന്നെ എഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലത് പറയുന്ന സമയത്ത് വരുൺ സാറിനോട് പറയാണ്, എന്റെ പട്ടി എഴുതി കൊടുക്കും അയാൾക്ക് ആ വീട് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് കരീം സാഹിബ് എത്തുന്നുണ്ട്. കരീം സാഹിബ് ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, പട്ടിയോ പൂച്ചയോ ആരായാലും സാരല്ല, എനിക്ക് ആ വീടും സ്ഥലവും എഴുതി കിട്ടണമെന്ന് പറയാണ്. അനിരുദ്ധ് സാറിനെ വരുണിന്റെ കൂടെ കാണുമ്പോൾ സാഹിബ് പറയുന്നുണ്ട്, ബലി പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ചാണല്ലോ, അപ്പൊ എങ്ങനെയാ വരുണെ, ആലോചിക്കാൻ നിനക്ക് സമയം തന്നിരുന്നു എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഞാൻ ആ വീട് വിൽക്കാൻ തയ്യാറല്ല, എന്റെ അനിരുദ്ധ് സാറേ നിങ്ങളൊന്ന് വായ തുറന്ന് പറയെന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് സാഹിബിനോട് പറയുന്നുണ്ട്, വീട് വിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അതിന് ഇഷ്ടമല്ലെന്ന് തന്നെയാണ്, ഇനി വല്ല ഗുണ്ടായിസത്തിനുമാണ് പ്ലാൻ എങ്കിൽ പോലീസ് ഇടപെടേണ്ടി വരും എന്ന് പറയുമ്പോൾ സാഹിബ് സാറിനോട് പറയുന്നുണ്ട്, പോലീസ് ഇടപെടുന്നത് പോലെയല്ലായിരിക്കും എന്റെ ഈ ഇടപെടൽ, സാർ എന്തിനാണ് ഇപ്പോൾ ഇവന്റെ കൂടെ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം, പോലീസിന്റെ ശമ്പളം മാത്രം പോരല്ലോ, ഇങ്ങനെ വല്ലതും കിട്ടിയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് മുതലാവൂ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് നിങ്ങൾ എന്റെ ശമ്പളത്തെ കുറിച്ച് അന്വേഷിക്കണ്ട എന്ന് പറയാണ്. അപ്പൊ സാഹിബിന് ദേഷ്യം വന്നിട്ട്, മിണ്ടാതിരിക്കടാ അവിടെ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് പേടിച്ചുകൊണ്ട് അവിടെയുള്ള ചെയറിൽ പെട്ടെന്ന് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, അപ്പൊ വരുൺ മോനെ അടുത്ത തിങ്കളാഴ്ച നീ പറയുന്ന സ്ഥലത്ത് വെച്ച് രജിസ്ട്രേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഞാൻ പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ, ഇനി അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് വരുണിന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇതിൽ എന്റെ നമ്പർ ഉണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളൂ, ഇത് വിൽക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ അധികമായിട്ട് ഞാൻ തരും, അത്രയൊക്കെ മതി ഇതിന്, അപ്പോ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് സാഹിബ് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കൺമണി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃഷ് അങ്ങോട്ടേക്ക് വരുന്നത്. കൺമണി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൺമണിക്ക് വേഗം വെള്ളം കുടിച്ചത് തലയിൽ കയറുന്നുണ്ട്. എന്നിട്ട് കൺമണി ചുമയ്ക്കുമ്പോൾ കൃഷി വേഗം തന്നെ കൺമണിയുടെ തലയിൽ തട്ടിക്കൊടുക്കുന്നുണ്ട്. കൺമണി ആ രഹസ്യം മനസ്സിൽ വെച്ചിട്ട് അവൾക്ക് കൃഷിനെ കാണുമ്പോൾ ആകെ പേടിയാവുന്നുണ്ട്. കൃഷി അപ്പൊ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി കൺമണി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, നിന്നെ കണ്ടാൽ അറിയാം നിനക്ക് എന്തോ വയ്യായികയുണ്ടെന്ന്, നിനക്ക് ആദ്യം ഒരു ഫുൾ ബോഡി ചെക്കപ്പ് വേണം, നീ വളരെ ക്ഷീണതയാണ്, ഇന്ന് വഴിയിൽ വെച്ചും കണ്ടില്ലേ നിനക്ക് വയ്യാതെയായത്, കൺമണിക്ക് ഒരു ക്ഷീണം വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, സത്യമാണ് കൺമണി അത്, നിന്നെ ഇവിടെ കാണാതിരുന്നപ്പോൾ ഞാൻ എത്രത്തോളം വെപ്രാളപ്പെട്ടു എന്നോ, നീ എവിടെയെങ്കിലും തളർന്നു വീണുപോയോ എന്നൊക്കെയാണ് മനസ്സിലാദ്യം വന്നത്, ഫോൺ എടുക്കാതിരുന്നപ്പോൾ കൂടുതൽ ടെൻഷനായി എനിക്ക്, ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോണം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ ചേർത്ത് നിർത്തിയാണ് കൃഷ്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇനി ഞാൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും സാറിനോട് പറഞ്ഞിട്ടേ പോകൂ, സോറി സാർ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, സോറി ഒന്നും വേണ്ട, ഇതിനൊരു പനിഷ്മെന്റ് ഉണ്ട്, ഒരു മുദ്ദുകവ് തന്നാ മതി എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാർ ഇത് വീടല്ല ഓഫീസാണ് എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് വയസ്സാകുമ്പോൾ ഓർത്തിരിക്കാമല്ലോ, ഇങ്ങനെ ഓഫീസിൽ വെച്ച് മുത്തുക
ഭാർഗവ് തന്ന കാര്യം എന്നൊക്കെ പറയുമ്പോൾ കൺമണി അവിടെ എല്ലാ ഭാഗത്തേക്കും നോക്കിക്കൊണ്ട് കൃഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. കൃഷിനാണെങ്കിൽ അപ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കൃഷി കൺമണിയുടെ കവിളിൽ പിടിച്ചിട്ട് താങ്ക് യു കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പോവുകയാണ്. കൺമണിക്കാണെങ്കിൽ പെട്ടെന്ന് സങ്കടമാവുന്നുണ്ട്. ഈ സത്യങ്ങളെല്ലാം കൃഷി സാർ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കൺമണി മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം വരുൺ ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, ആ കരീം സാഹിബ് ഇവിടെ വന്നിരുന്നു, ഞാൻ ആ വീടും സ്ഥലവും അയാൾക്കങ്ങോട്ട് വിറ്റാലോ എന്നാണ് വിചാരിക്കുന്നത്. ലാഭമായിട്ട് അയാൾ 1,00,000 രൂപ എക്സ്ട്രാ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, മോനെ ഒരു കാരണവശാലും നീ ആ വീട് വിട്ടുകൊടുക്കരുത്, നിന്റെ അഭിമാന പ്രശ്നമാണ് അതൊക്കെ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇല്ല ഏട്ടത്തി, ഞാൻ വെറുതെ എന്തിനാണ് അതിൻ്റെ പിന്നാലെ നടക്കുന്നത്, ഞാൻ ആ വീട് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അത് വിറ്റു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ 10,00,000 രൂപയും 101 പവനും ഏട്ടത്തി എനിക്ക് തിരിച്ചുമെന്ന് തരണമെന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, മോനെ നീ അങ്ങനെയൊന്നും പറയരുത്, ഇപ്പം നീ അതൊന്നും വിചാരിക്കണ്ട, നമുക്ക് ആ വീട് വിൽക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ വെക്കാം എന്നൊക്കെ പറയുമ്പോൾ വരുണിന് ദേഷ്യം വന്നിട്ട് വേഗം വരുൺ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ധനലക്ഷ്മിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. വീടും കയ്യിൽ നിന്ന് പോവും, 101 പവനും 10,00,000 രൂപയും വരുണിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഭാഗ്യലക്ഷ്മി ആകെ ടെൻഷനായി നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.